എല്ലാവർക്കും പെരുന്നാൾ ദിനാശംസകൾ. മാത്സിലെ പേഴ്സഫിക്കേഷനിലെ അടുത്ത കണക്ക് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദി പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയർ ഇസ് 11,000. ദി പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് 4 chairs is 14,000. വാട്ട് ഈസ് ദി പ്രൈസ് ഓഫ് ഈച്ച്? ഇവിടെ ഒരു ടേബിളിൻ്റെയും ഒരു ചെയറിൻ്റെയും വില എന്ന് പറയുന്നത് 11,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് 4 chairs, ഒരു ടേബിളിൻ്റെയും 4 ചെയറിൻ്റെയും വില എന്ന് പറയുന്നത് 14,000 ആണ്. എങ്കിൽ ഒരു ടേബിളിൻ്റെയും ഒരു ചെയറിൻ്റെയും വില എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പ്രൈസ് ഓഫ് എ ചെയർ is equal to x. Price of a table is equal to y. ഇനി പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് പ്രൈസ് ഓഫ് 4 chairs is equal to 14,000. പ്രൈസ് ഓഫ് എ table is equal to y. Price of 4 chairs is equal to 4x എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിൽ നിന്ന് ഇക്വേഷൻ ഉണ്ടാക്കണം. ഇവിടെ എക്സ് പ്ലസ് 4 എന്ന് പറയുന്നത് 11,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതെടുത്ത് എഴുതാം. എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു 11,000. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ആക്കി എടുക്കാം. ഇനി അടുത്ത ഇക്വേഷൻ 4x പ്ലസ് വൈ ഇസ് ഇക്വൽ ടു 14,000. ഇത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ എഴുതാം. ഫ്രം ഫസ്റ്റ് equation we can write y is equal to 11,000 minus x. നമുക്ക് ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ ആദ്യത്തെ ഇക്വേഷനിൽ പറഞ്ഞിരിക്കുന്നത് എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു 11,000. അപ്പോൾ y is equal to 11,000 മൈനസ് എക്സ് എന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഈ y is equal to 11,000 മൈനസ് എക്സ് എന്നത് ഈ വൈയുടെ സ്ഥാനത്ത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ 4x പ്ലസ് വൈ is equal to 14,000. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിൽ ഈ വൈയുടെ സ്ഥാനത്തേക്ക് നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 4x plus 11,000 minus x is equal to 14,000. അപ്പോൾ 4x എക്സും കൂടെ മൈനസ് ചെയ്യുമ്പോൾ 3x ആണെന്ന് നമുക്കറിയാം. 3x പ്ലസ് 11,000 is equal to 14,000. ഇനി നമുക്ക് ഈ 11,000നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആവും. അപ്പോൾ 3x ഇസ് ഇക്വൽ ടു 14,000 മൈനസ് 11,000. 3x ഇസ് ഇക്വൽ ടു 3,000. ഇനി നമുക്ക് ഈ 3നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഇവിടെ 3 ഇൻറ്റു എക്സ് എന്നാണ് 3xൻ്റെ അർത്ഥം. അപ്പോൾ ഇൻറ്റു ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷനിലേക്ക് വരും. അപ്പോൾ therefore നമുക്ക് ഇങ്ങനെ ചെറുതാക്കി എഴുതാം. 3,000 by 3 is equal to 1,000. ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1000 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്ന പ്രകാരം ചെയറിൻ്റെ വാല്യൂ ആണ് എക്സ്. അപ്പോൾ ചെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, അതായത് 1000 ആണ്.
ഇനി നമുക്ക് വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ടേബിളിൻ്റെ പ്രൈസ്. നമുക്ക് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്ക് തുടച്ചിട്ട് എഴുതാം. ഇവിടെ നമ്മൾ വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 11,000 മൈനസ് എക്സ് ആണെന്ന് നമുക്ക് അറിയാം. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1000 ആണെന്നും. അപ്പോൾ y ഈസ് ഈക്വൽ ടു 11,000 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 11,000 മൈനസ് 1000. അതാണല്ലോ നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത്. അപ്പോൾ 11,000 മൈനസ് 1000 ഈസ് ഈക്വൽ ടു നമുക്ക് വൈയുടെ വാല്യൂ 10,000 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1000 RS. 1000 എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയറിൻ്റെ വിലയാണ്. ചെയറിൻ്റെ വില നമുക്ക് ബ്രാക്കറ്റ് കൊടുക്കാം, ചെയർ. പിന്നെ വൈ, നമ്മൾ വൈയുടെ വാല്യൂ 10,000 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു 10,000 RS. നമുക്ക് ടേബിൾ എന്ന് ബ്രാക്കറ്റ് കൊടുക്കാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു പ്രോബ്ലവുമായി വരുന്നിടം വരെ ബൈ ബൈ.